ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഞങ്ങൾ കന്യാകുമാരിയിൽ പോയപ്പോൾ 1-2 സ്ഥലങ്ങളിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ റാൻഡമായിട്ടുള്ള കുറച്ച് വീഡിയോസാണ്, ഷോർട്ട് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ കന്യാകുമാരിയിൽ മെയിനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നല്ലൊരു ബീച്ചിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. പിന്നെ ഇഷ്ടം പോലെ സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇവിടെ ടാറ്റു സ്റ്റുഡിയോ ആണെങ്കിലും പിന്നെ കുറേ നട്ട്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ടോയ്സ്, ഡ്രസ്സ്, ബാഗ്, അങ്ങനെ ഇഷ്ടം പോലെ സ്റ്റാളുകൾ നമുക്കിവിടെ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ കന്യാകുമാരിയുടെ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിൻലി സൺറൈസും സൺസെറ്റിൻ്റെ സമയത്താണ് കൂടുതലും തിരക്കുണ്ടാവുക. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ തിരുവള്ളുവർ സ്റ്റാച്യുവിൻ്റെയും വിവേകാനന്ദ പാറയുടെ അടുത്തായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കയറാനുള്ള തിരക്കുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരണം. ഒരു 5:30 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാതെ അധികം ക്യൂ നിൽക്കാതെ കയറാൻ പറ്റും. പിന്നെ നമ്മൾ കയറി കണ്ടത് ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് സുനാമി മെമ്മോറിയൽ പാർക്കാണ്. 2004 സുനാമി ഉണ്ടായപ്പോൾ അതിൽ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി ഒരു സ്മാരകം പോലെ പണിതൊരു സ്ഥലമാണ്. ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നീറ്റ് ആൻഡ് ടൈഡിയാണ്. ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഗാർഡനിങ്ങും ഒക്കെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ല നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർക്കിലാണെങ്കിലും ഇതേപോലെ ഒരു സ്ലൈഡും ഉണ്ട്, പിന്നെ സീസോ, പിന്നെ ഇതുപോലെ ഒരു കറങ്ങുന്ന ഒരു റൈഡും വെച്ചിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് തിരുവള്ളുവർ സ്റ്റാച്യുവും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും വിവേകാനന്ദ പാറയ്ക്കും നല്ലൊരു വ്യൂ ആണ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിലേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് സ്പോട്ട് പോയത് ഈ ഗാന്ധി മണ്ഡപത്തിലേക്കാണ്. ഗാന്ധി മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസൊന്നുമില്ല. പക്ഷേ നമ്മൾ ക്ലോക്ക് റൂമിൽ നമ്മുടെ ഷൂസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 രൂപ കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1948 ഗാന്ധിജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം 12 വ്യത്യസ്ത കലശങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്, പല പല ഭാഗങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഈ കലശങ്ങളിൽ ഒന്ന് കന്യാകുമാരിയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിമഞ്ജനത്തിന് മുന്നേ ഇവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇവിടെ സൈഡിലാണെങ്കിലും നമുക്ക് ഗാന്ധിജിയുടെ ലൈഫ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരിട്ട് വന്ന് നിങ്ങളിതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. മെയിനായിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ്. സോ അവരൊക്കെ ഇത് കണ്ടിരിക്കുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഹാളിൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗാന്ധിജിയുടെ ചിതാഭസ്മം വെച്ച സ്ഥലം. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പാർക്ക് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും തിരക്കുണ്ടായിട്ടും ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയത് വട്ടക്കോട്ടൈ ഫോർട്ടിലേക്കാണ് കേട്ടോ. ഇത് കന്യാകുമാരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വട്ടത്തിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് വട്ടക്കോട്ടൈ ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആർക്കിടെക്ചർ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. ഇവിടെ എനിക്ക് ഒരു ഹൈലൈറ്റായിട്ട് തോന്നിയത് ഈ പച്ച പുല്ലുകൾ തന്നെയാണ് കേട്ടോ. അത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർട്ടിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്.
ഞങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വന്നത് നല്ലൊരു വെയിലൊക്കെ ഉള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുള്ളായിട്ട് ഈ ഫോർട്ട് നടന്ന് കാണുന്ന സമയത്ത് ഭയങ്കര ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുൾ ടൈം ആ പുല്ലൊക്കെ ഇങ്ങനെ നനച്ച് ചേട്ടന്മാർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ കണ്ടത് സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ആൾക്കാർ വരുന്ന സ്ഥലങ്ങൾക്ക് അടുത്ത് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാവും ചെറിയതായിട്ട്. പക്ഷേ ഇവിടെ അതൊന്നും കണ്ടില്ല. കുറച്ച് നമ്മൾ റോഡിലേക്ക് മൂവ് ചെയ്താലാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ഈ ഒരു ഉച്ച സമയത്തൊക്കെ വരുന്നവർ മാക്സിമം നിങ്ങളുടെ കയ്യിൽ വെള്ളവും ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക. നമ്മളെന്തായാലും ഇവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇവിടുന്നാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ബീച്ചിൻ്റെ വ്യൂ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫീലാണ് ആക്ച്വലി ഇവിടെ വന്ന് നിന്ന് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വട്ടക്കോട്ടൈ ഫോർട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യുക. നമ്മളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.